ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ലുലുവിലാണ്. ഇന്നിവിടെ ഒരു വമ്പിച്ച ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ ഓഫറുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. അത് നോക്കാനായി ഞാനിതാ അകത്തേക്ക് കയറുന്നു. ആദ്യമായി തന്നെ ഞാൻ കണ്ടത് വെളിച്ചെണ്ണയാണ്. കരിക്ക് എന്ന കമ്പനിയുടെ വെളിച്ചെണ്ണയാണ്, പരിശുദ്ധമായ വെളിച്ചെണ്ണ. പിന്നെ ലുലുവിൻ്റെ തന്നെ പ്രോഡക്റ്റായ വെളിച്ചെണ്ണയും അവിടെ ഉണ്ട്. ഈ പ്രോഡക്റ്റിന് മാത്രമാണ് ഞാനൊരു വില കുറവ് എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വില വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓണക്കിറ്റ്, അതിനകത്ത് ഏകദേശം ഒരു 15ഓളം ഐറ്റംസ് ഉണ്ട്. 1335 രൂപയ്ക്കുള്ളത് 979 പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് മുഴുവനായിട്ടും ഓഫറിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റായിട്ട് നോക്കുമ്പോൾ അതിൻ്റേതാണ് വില. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഈ കംഫർട്ടിൻ്റെ ഈ ഒരു വില കണ്ടോ, 244 രൂപയ്ക്ക് അത് കൊടുക്കും. അതായത് 1 രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് ഓഫറിൻ്റെ കണക്കിൽ കാണുന്നത് 345 രൂപ. പുറമേ 50 രൂപ മാത്രമേ ഉള്ളൂ 1 കിലോയ്ക്ക്. അപ്പോൾ ഇതിൽ എന്ത് ലാഭമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നോക്കിയെടുക്കുക. ഇനിയുള്ളത് ചിപ്സ് ഐറ്റംസ് ആണ്. ചിപ്സ് ഐറ്റംസിനും ഏകദേശം വലിയ റേറ്റ് വ്യത്യാസങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ചക്കവറ്റൽ ചിപ്സ്, അതിനൊക്കെ പുറമേ നമ്മൾ റേറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് റേറ്റ് കുറച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ആ റേറ്റും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ അളവും എല്ലാം നമ്മൾ നോക്കിയ ശേഷം അതിൻ്റെ റേറ്റ് ഈ ഓഫറിലല്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സെയിം റേറ്റ് തന്നെയാണ്. ഇതിൽ ഓഫർ വന്നിട്ടുള്ളതും വരാത്തതും വലിയ വിഷയമല്ല. പാത്രങ്ങളാണുള്ളത്. സോസ് പാൻ, ഫൈബർ പാത്രങ്ങൾ എല്ലാം, പ്രഷർ കുക്കർ, അലുമിനിയം പാത്രങ്ങൾ, പാനുകൾ എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിൽ എന്താണ് ഓഫറിൽ വന്നിട്ടുള്ളത്? ഇതെല്ലാം ബിരിയാണി റൈസുകളാണ്. പല കമ്പനികളുടെ ബിരിയാണി റൈസുകളാണ്. എല്ലാ കമ്പനികളുടെയും വെറൈറ്റീസ് ഓഫ് ബിരിയാണി റൈസ് ഉണ്ട്. ഈ കാണുന്നത് ടോളിൻസിൻ്റെ 10 കിലോയുടെ അരിയാണ്, ജയ അരിയാണ്. ഈ ടോളിൻസിൻ്റെ തന്നെ അരി ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ വില കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് തോന്നിയേക്കാം. പക്ഷേ സാധാരണക്കാർക്ക് ഇതൊരു വില അധികമായിട്ടാണ് തോന്നുന്നത്. പിന്നെ 10 കിലോയുടെ 5 കിലോയുടെ പല കമ്പനീസിൻ്റെയും അരികളുണ്ട്. പിന്നെ ഇത് ഈ കാണുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി MRPയിൽ 20 രൂപയാണ്, 19 രൂപയ്ക്ക് അവിടെ ലഭിക്കുന്നു. പിന്നെ ഇനി മുളക് പൊടിയാണ്. 27 രൂപ 50 പൈസ ആ MRP ലിസ്റ്റിൽ കാണുന്നുണ്ട്. അത് 33 രൂപയ്ക്കുള്ളതാണ്. അതിലൊരു 6 രൂപ നമുക്ക് ലാഭിക്കാമെന്ന് തോന്നുന്നു. ഇതിലൊക്കെ കമ്പാരിറ്റീവ്ലി നമ്മൾ പുറമേ നോക്കുമ്പോൾ റേറ്റ് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ഈ ഒരു ക്യൂ ആണ്. സാധനം എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ സാധനം എടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ബില്ലിട്ട് പെട്ടെന്നങ്ങ് ഇറങ്ങാം. ലുലു കണക്റ്റിലൊന്ന് കയറി നോക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ. ഗാഡ്ജറ്റാണ് ഞാൻ ആദ്യം നോക്കിയത്. അതിൽ ഐഫോണാണ് ഞാൻ ആദ്യം നോക്കിയത്. ഈ ബ്രൗസറിൽ തന്നെ EMI കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ EMI കുറിച്ച് ഏതാണ് അനുയോജ്യമായത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ മുകളിൽ അതിൻ്റെ ടാഗ് കൊടുത്തേക്കാം. iPhone 13 mini, 13 Pro, 12 Pro എല്ലാം അവിടെ അവൈലബിൾ ആണ്. റേറ്റുകൾ കമ്പാരിറ്റീവ്ലി സെയിം തന്നെയാണ്. ഇതിൽ ഓഫറുകൾ വലുതായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാ ഗാഡ്ജറ്റുകളും അവിടെ അവൈലബിൾ ആണ്. അതിൽ ഈ ഫിനാൻസിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. HDFC, ബജാജ് അതുപോലെയുള്ള എല്ലാ ഫിനാൻസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്.
EMI എടുക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ടാഗ് ലൈനിൽ മേളിൽ കാണാം, കാണാത്തവർ കാണുക. പിന്നെ വാച്ച്, ആപ്പിളിൻ്റെ വാച്ചസാണ്, സ്മാർട്ട് വാച്ചസാണ്. സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒരുപാടുള്ള വാച്ചുകളാണ്. കളർ വേരിയൻസും ഉണ്ട്. ഇതിലൊക്കെയും 50% ഓഫർ വന്നിട്ടില്ല. ഒന്നിനും ഓഫറുകൾ വലുതായിട്ട് വന്നിട്ടില്ല. പിന്നെ TV ആണ്. TV എല്ലാ കമ്പനികളുടെയും TV മുഴുവൻ സ്പെസിഫിക്കേഷനോടുകൂടി അവിടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോണി, LG, സാംസങ് അതുപോലെയുള്ള എല്ലാ TVകളുടെയും ഫുൾ ഡീറ്റെയിൽസും ബ്രൗസറിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓഫറിൽ വന്നതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നേരിയ വ്യത്യാസങ്ങൾ മാത്രമാണ്. അതിപ്പോൾ സാധാരണ ഏത് കമ്പനിയാണെങ്കിലും കൊടുക്കുന്നത് തന്നെയാണ്. MRPയിൽ നിന്നും ഒരുപാട് കൂട്ടി എഴുതിയ ശേഷം അതിനെ കട്ട് ചെയ്ത് ഇതിൻ്റെ യഥാർത്ഥ വില എഴുതിയിട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാ TVകളുടെയും ബ്രാൻഡ്സ് അവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഓഫർ പ്രൈസായിട്ട് എടുത്തു പറയാനൊന്നുമില്ല. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് ഐറ്റംസായ സ്പീക്കർ, സബ്വൂഫർ, ചെറിയ സ്പീക്കറുകൾ എല്ലാം അവൈലബിൾ ആണ്. റേറ്റ് കമ്പാരിറ്റീവ്ലി വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഇത് ഏതാണെന്ന് വെച്ചാൽ അനുയോജ്യമായത് നമ്മൾ അന്വേഷിച്ച് നോക്കിയ ശേഷം എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇതേ കണ്ടില്ലേ, വലിയ MRP എഴുതി വച്ചിരിക്കുന്ന കണ്ടില്ലേ, 23,290, 14,999 കൊടുക്കുന്നു. ഇത് നമ്മൾ പുറമേ ഈ ഓഫർ ഇല്ലാതെ ഒന്ന് കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാ കമ്പനികളുടെയും TVs അവൈലബിൾ ആണ്. അവിടെ വ്യത്യസ്തമായി കണ്ടത് LGയുടെ OLED TVയാണ്. അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ ഓടി മുങ്ങി നേരെ ഫ്രിഡ്ജിലേക്കാണ് എത്തിയത്. ഫ്രിഡ്ജിൻ്റെ സിംഗിൾ ഡോറും ഡബിൾ ഡോറും എല്ലാം പല കമ്പനീസും, ആവട്ടെ സാംസങ് ആവട്ടെ എല്ലാത്തിൻ്റെയും ഫ്രിഡ്ജുകളുണ്ട്. ഇത് ഡബിൾ ഡോറിൻ്റെയാണ്. ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ്. സാംസങ്ങിൻ്റെയാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ ഒരുപാട് ബ്രൗസറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റേറ്റിലാണ് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്തത്. എനിക്കിതിൽ മറ്റു വ്യത്യാസങ്ങളൊന്നും പുറമേ വാങ്ങിക്കുന്നതിലോ ഈ ഓഫറിൽ വാങ്ങിക്കുന്നതിലോ ഒന്നും തോന്നിയിട്ടില്ല. സ്റ്റൗകളാണ് പ്രസ്റ്റീജിൻ്റെ, അതായത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ് പ്രസ്റ്റീജ്. ഇതിൻ്റെ ഗ്യാസ് സ്റ്റൗ ആണ് ഈ കാണുന്നത്, 3 ബർണർ. ഇത് ഒരുപാട് ഉപകാരപ്രദമായ ഗ്യാസ് സ്റ്റൗ. ഇതിൻ്റെ വില നോക്കുമ്പോൾ ഒന്നിലും ഒരു വ്യത്യാസങ്ങളുമില്ല. ആവട്ടെ സാംസങ് ആവട്ടെ ഗോദ്രേജ് ആവട്ടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും റേറ്റിൽ, അതായത് ഈ 50% ഓഫറായി ഒന്നിലും എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. അതായത് 2000 രൂപയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ് എന്നിരിക്കട്ടെ. ഈ 2000 രൂപയ്ക്കുള്ള പ്രോഡക്റ്റിൻ്റെ വില 4000 എന്നവിടെ MRPയിൽ എഴുതിയ ശേഷം ആ 4000-നെ കട്ട് ചെയ്ത് 50% അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് 2000 രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ള ബിസിനസ് ട്രിക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയത്. ഇത് വാഷിംഗ് മെഷീനാണ് LGയുടെ. അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ചും സ്പെസിഫിക്കേഷനെ കുറിച്ചും അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചും ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാ പ്രോഡക്റ്റുകൾക്കും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 50-100 അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുന്നതല്ലാതെ ഈ 50% ഓഫറായിട്ട് ഒരു സാധനത്തിലും എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെയുള്ളത് എനിക്ക് ആ ഒരു വെളിച്ചെണ്ണയിലാണ്.
ആ വെളിച്ചെണ്ണ ഏകദേശം 50% അപ്ലൈ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ ലുലുവിൻ്റെ ഈ ഒരു ഓഫറിനെ കുറിച്ചും ഈ ഓഫറിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഏതാണെന്ന് വെച്ചാൽ അനുയോജ്യമായി നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഹാഫ് ലൈറ്റ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ബെല്ലൈക്കൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്